കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ OLX ഓഫർ വിൽപ്പനയ്ക്ക്. പ്രമുഖരുടെ പട്ടികയാണ് OLX അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഗിർ സുധാകരൻ. കോൺഗ്രസ് ഏറ്റവും വിലയിട്ടിരിക്കുന്നത് ഗിർ സുധാകരനാണ്. ചായ കുടിക്കാൻ വല്ല കൊടുത്താൽ മതി, ബാക്കിയുള്ളതിനെല്ലാം വണ്ടി കൊണ്ടുവന്ന കയറ്റി വിടാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് പഴയ A ഗ്രൂപ്പ് നേതാക്കന്മാരെയാണ് കൂടുതലായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. KC ജോസഫ്, MM ഹസൻ, ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി തുടങ്ങി IPL അൺസോൾഡ് താരങ്ങളെന്ന് പറയുന്നത് പോലെ വിറ്റുപോകാൻ വലിയ പാടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഡിമാൻഡിൽ കൊണ്ടുപോകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെ OLX അപ്ലോഡ് ചെയ്തിരുന്ന മലപ്പുറം DCC സെക്രട്ടറിയായ ബീന ജോസഫിൻ്റെ വിൽപ്പന സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ആശയവിനിമയം നടന്നു. BJPക്കാർ ഓഫർ ചെയ്ത തുകയ്ക്ക് അത് സോൾഡ് ആക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുക കുറഞ്ഞു പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നിലമ്പൂരിൽ മത്സരിക്കാനും കൂടി അവസരം കൊടുക്കാം. എന്തായാലും കോൺഗ്രസിന് ഇപ്പോൾ ബാധ്യതയായതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്നാണ് സതീശൻ അറിയിച്ചതായി MD രമേശ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത്. അതായത് ഇപ്പോൾ BJPക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അവിടെ സ്ഥാനാർത്ഥികളെ തിരയുന്നതിനാൽ കോൺഗ്രസിന് തന്നെ ഒരു വലിയ ലിസ്റ്റ് BJPക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ OLXനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നേതൃത്വം നോക്കിയതിന് ശേഷം ചാക്കുമായിട്ടോ വണ്ടിയായിട്ടോ വന്ന ഈ കെട്ടാച്ചരക്കുകളെല്ലാം കയറ്റിവിടാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിക്കണേ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡിജിറ്റൽ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയും. നേരത്തെയാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യാതിട്ടിരിക്കുന്ന നേതാക്കന്മാർ വീടുകളിൽ പോയി തപ്പേണ്ടതായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് വേണ്ടാത്തവരെ OLX അങ്ങ് അപ്ലോഡ് ചെയ്യും. AK ആൻ്റണി കൂടി ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ OLX ഇട്ടിരുന്ന കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ പൊന്നും വിലയ്ക്ക് വിറ്റുപോയതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അന്തോണിച്ചൻ്റെ പേട്ട് മകൻ, അതിനെയും വമ്പൻ ഓഫറിലാണ് വിറ്റുപോയത്. ഇതുപോലെ പല നേതാക്കന്മാരെയും എങ്ങനെയെങ്കിലും ഒന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി OLX ഇട്ട് വിറ്റഴിക്കാനാണ് തീരുമാനം. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ ആവശ്യമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടെങ്കിൽ നേരെ OLX കയറുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യൂത്ത് വ്യാജനെ നേരിട്ട് ബന്ധപ്പെടുക. കാര്യം OLX ഇട്ട് വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് യൂത്ത് വ്യാജനെയാണ്. യൂത്ത് വ്യാജന് കൊടുത്തിരിക്കുന്ന ലിസ്റ്റും പ്രകാരം എങ്ങനെയും എത്രയും വേഗം ഇതിനെയൊക്കെ വിറ്റൊഴിപ്പിച്ച് ഉടനടി KPCC ഓഫീസിൽ ശുദ്ധീകരണം നടത്തണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല കടൽ കിഴവൻ, ഇതാരെ ഞങ്ങളുടെ ഭാഷയല്ല, അത് ലീഗന്മാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഭാഷയാണ്. ആ ഭാഷയിലുള്ള ചില നേതാക്കന്മാരുണ്ട്. എടുക്കാച്ചരക്കാണ്. എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോയി പഴയ ലെഗസിയൊക്കെ പറഞ്ഞ് നിങ്ങൾ BJPയിൽ ചേർത്ത് കൊണ്ടാഘോഷിക്കൂ എന്ന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. എന്നായാലും അങ്ങോട്ട് വരാനുള്ളത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും OLX വഴിയാകുമ്പം KPCC കുറച്ച് ഫണ്ടും കിട്ടും. ഇതിനെയൊക്കെ നമുക്ക് ഒഴിപ്പിച്ച് വിടുകയും ചെയ്യാം. അങ്ങനെ ഒരു പുതുതന്ത്രമാണ് മുൻകാല നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് ഒഴിപ്പിച്ചു വിടാനായിട്ട് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം.